ചില ഓണ്ടർപ്രണേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ബിസിനസ് വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നവരായിരിക്കും. എന്നാൽ നമ്മുടെ അടുത്ത ഐഡിയ ബാസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വൃത്തി തന്നെ ബിസിനസ്സാക്കി മാറ്റിയവരാണ്. ഭാരതീയർ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ വീട് വൃത്തിയാക്കി വെക്കുന്നതിൽ ഏറെ അഭിമാനം കൊള്ളുന്നവരാണ്. പക്ഷേ ഈ വൃത്തിയാക്കൽ വാസ്തവത്തിൽ നല്ലതാണോ? നിങ്ങളൊരു ക്ലീനർ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് സിങ്കിന്റെ അടിയിലായിരിക്കും വയ്ക്കുക. എന്നിട്ട് കുട്ടികളോട് പറയും ഇത് തുടരുത്, ഇത് പ്രശ്നമാണെന്നൊക്കെ. എന്നിട്ട് അതേ ക്ലീനർ കൊണ്ടായിരിക്കും നിങ്ങൾ തറ വൃത്തിയാക്കുന്നത് അല്ലെങ്കിൽ പാത്രം കഴുകുന്നത്. അവിടെ തന്നെ ആയിരിക്കും നിങ്ങളുടെ കുട്ടികളെ കളിക്കാൻ വിടുന്നത്, എന്തെങ്കിലും ചെയ്യാൻ വിടുന്നത്, എന്നിട്ട് ഭക്ഷണം കഴിപ്പിക്കുന്നത്. അപ്പോൾ വെരി ലോജിക്. ഒരു ലോജിക്കും ഇല്ല. അപ്പൊ കുട്ടികൾ ശരിക്കും സേഫ് ആണോ? പേഴ്സണൽ കെയർ ഒക്കെ ശരിക്കും പേഴ്സണലായി കഴിഞ്ഞു. പക്ഷേ ഹോം കെയറിന്റെ ഭാഗത്തേക്ക് ആരും നോക്കാറേ ഇല്ല. മാർക്കറ്റിൽ കിട്ടുന്ന ക്ലീനിങ് പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അതിൽ കൂടുതലായിട്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കുക ഹൈലി ആസിഡിക്. നമ്മുടെ കൈ കേടായി പോവും, ശ്വാസകോശത്തിനും പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നിറഞ്ഞ കൈയടികളോട് സ്വാഗതം ചെയ്യാം ചെന്നൈയിൽ നിന്നുള്ള മായങ്ക് ജെയിൻ ആൻഡ് കരൺ ഷാ. നമസ്കാരം ടൈറ്റൻസ്. ലൈഫിലെ പ്രശ്നങ്ങൾക്ക് ഒരൊറ്റ റൂളേ ഉള്ളൂ. ഈ അഴുക്കുകൾ ഒരിക്കലും പെർമിഷൻ വാങ്ങിയിട്ടല്ല വരുന്നത്. എന്നാലും ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കൊരു ചോയ്സ് തരികയാണ്. നിങ്ങളുടെ കറകൾ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. അതുകൊണ്ട് ടൈറ്റൻസ് വരൂ, കൊച്ചുനാളിലെ ഓർമ്മകളെ ഉണർത്താം, ഈ ചുവരിനെ നമുക്ക് നശിപ്പിക്കുകയും ചെയ്യാം. അതുകൊള്ളാം. വരൂ, വന്നോളൂ പ്ലീസ് ഋഷഭ്. പെർഫെക്റ്റ്. ഇപ്പൊ വീട്ടിലെ ചുമരിന്റെ ശരിക്കുള്ള കോലമായി. ഇങ്ങനൊരു കോലം ഇവിടെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിലെ ഓരോ വീടിന്റെയും ഡെയിലി എപ്പിസോഡാണ്. ടൈറ്റൻസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കുട്ടിക്കാലത്ത് നിങ്ങളൊക്കെ ക്രയോൺസ് ഉപയോഗിച്ച് പിക്കാസോ ആയിരുന്നില്ലേ? ആ പിക്കാസോയെ അമ്മ ചിലപ്പോ എടുത്തിട്ടിരിക്കുമായിരുന്നു. അതേ ചിത്രങ്ങളാണ് ഇത് ഇപ്പോഴും ഉണ്ടാകുന്നത്. പക്ഷേ അമ്മയുടെ വഴക്കിന്റെ സ്ഥാനത്ത് എൻലെസ് സ്ക്രബിംഗ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ റബ്ബിങ്ങിന്റെയും സ്ക്രീനിങ്ങിന്റെയും ജഗ്ലി. അതിപ്പോ ക്രയോൺസ് കൊണ്ടുള്ള അഴുക്കാകട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് വരച്ചതാകട്ടെ, ഏതായാലും നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ക്ഷമയും കൂടി ശരിക്കും ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ദുഃഖകരമായ കാര്യം, നിങ്ങൾ വീട്ടിലെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലീനർ അതിൽ ഏതാണ്ട് 90% ഉള്ളത് വെള്ളമാണ്, വിത്ത് ഹാംഫുൾ കെമിക്കൽസ്. എന്ന് വെച്ചാൽ വൃത്തിയൊക്കെ ഒരുവിധം ആകുന്നുണ്ട്, പക്ഷെ ഇതോടൊപ്പം നിങ്ങളുടെ ആരോഗ്യവും കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു ക്ലീവോ. ക്ലീവോ ക്ലീനേഴ്സ് വരുന്നത് സാഷയിലാണ്, കോൺസെൻട്രേറ്റഡ് പൗഡേഴ്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ടു മേക്ക് ദം. വീട്ടിൽ ഓൾറെഡി ഉള്ള ഏതെങ്കിലും ബോട്ടിൽസ് എടുക്കുക, അതിൽ വെള്ളം നിറയ്ക്കുക. ഞങ്ങളൊരു കോൺ കൂടി തരുന്നുണ്ട്, അതുകൊണ്ട് പൗഡർ ഇടാനായിട്ട് എളുപ്പമായിരിക്കും. ഇതുപോലെ പൗഡർ എടുക്കുക, എന്നിട്ട് ക്ലോസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ആ സാഷെ മുഴുവനായിട്ട് മിക്സ് ചെയ്തല്ലേ? യെസ്, അതെ. ഒരു സാഷെ മൊത്തമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് 500 ml ആണ്. ഇതുകൊണ്ട് കിച്ചൺ ക്ലീനർ സ്പ്രേ ആണ് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് ഷേക്ക് ചെയ്യുന്നു. ഇപ്പൊ ഞങ്ങളുടെ ക്ലീവോ ക്ലീനർ റെഡി ടു യൂസ് ആയി. ഇത് നൽകുന്നു എല്ലാ അഴുക്കിനും ഫുൾ സ്റ്റോപ്പ്. ഇതിൽ ഞങ്ങൾ കെയർഫുള്ളി നോൺ ടോക്സിക് ഇൻഗ്രീഡിയൻസ് ആണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് ഏത് സർഫസിലും വളരെ സേഫ് ആണ്. ഇതുകൊണ്ട് ഫ്ലോർസ് ആയിക്കോട്ടെ, കിച്ചൺ ക്യാബിനറ്റ്സ് ആയിക്കോട്ടെ, അപ്ലയൻസസോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളോ ഒക്കെ വേണ്ടത് ഒറ്റ സ്പ്രേ, ഒറ്റ സ്വൈപ്പ്. അതോടെ നിങ്ങളുടെ വീടുകൾ ഫ്രഷ്, റെഡി ആൻഡ് ഓസ്ട്രസ് ഫ്രീ ആവുന്നു. പിന്നെ ഇത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് നിങ്ങളുടെ വാളറ്റിനെ സംബന്ധിച്ച് ലൈറ്റ് ആണ്, പ്ലാനറ്റിനെ സംബന്ധിച്ച് ബ്രൈറ്റും ആണ്. ഇതാ കാണുന്നുണ്ടല്ലോ, സാവധാനം ക്രയോൺ കൊണ്ടുള്ള കറകളെല്ലാം തന്നെ പോകുന്നുണ്ട്. ഒരുവിധം എല്ലാ കറകളും ഇപ്പൊ മാഞ്ഞു കഴിഞ്ഞു. ഇത് സർഫേസ് ക്ലീനിങ്ങിന് മാത്രമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസിന് പറ്റുമോ? സാർ, ഞങ്ങളുടെ അടുത്ത് ഫ്ലോറുകൾക്ക് വേണ്ടി ഫ്ലോർ ക്ലീനർ ഉണ്ട്. ആൻഡ് വി ആൾസോ ഹാവ് ഡിഷ് വാഷ് ലിക്വിഡ് ജെൽ. അതുപോലെ ഓയിൽ പർപ്പസ് ക്ലീനർ ഉണ്ട്. അതിപ്പോൾ വീട്ടിലുള്ള വുഡൻ ആൻഡ് ഫർണിച്ചേഴ്സിനോ അതുപോലുള്ള മറ്റെന്തെങ്കിലും സാധനങ്ങൾക്കോ. ആൻഡ് ദെൻ വി ഓൾസോ ഹാവ് ക്രോപ്പറിനും ബ്രാസിനും പറ്റിയതുപോലെയൊക്കെയുള്ള സ്പെഷ്യാലിറ്റി ക്ലീനേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെയുള്ള ഏതെങ്കിലുമൊക്കെ ടഫ് സ്പേസ് അല്ലെങ്കിൽ ഇപ്പോൾ ബാത്റൂമിലൊക്കെ കറയായി അതിന് പറ്റുന്നതും ഞങ്ങളുടെ കയ്യിലുണ്ട്, അതായത് സൊല്യൂഷൻസ്. ടൈറ്റൻസ്, നമ്മൾ പ്രൊഡക്റ്റും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും അറിയുന്നതിന് മുൻപ് ഇവരുടെ കഥയെക്കുറിച്ച് അറിയാം. ഇവരുടെ തുടക്കം എങ്ങനെയായിരുന്നു, ഇവർ പരസ്പരം എങ്ങനെ കണ്ടുമുട്ടി, എങ്ങനെയാണ് ഈ വൃത്തിയിലേക്ക് ശ്രദ്ധ തിരിഞ്ഞത്? ഇപ്പോൾ ടൂത്ത് ബ്രഷൊക്കെ ഇലക്ട്രിക്കായി, സ്കിൻ കെയർ ഒക്കെ പേഴ്സണലായി, ഫുഡൊക്കെ ഹെൽത്തി ആയി. പക്ഷേ ക്ലീനേഴ്സൊക്കെ ഇപ്പോഴും ബൾക്കി ബോട്ടില്ലേ, കെമിക്കൽസ് മാത്രമായിട്ട് എന്തുകൊണ്ടാണ് വരുന്നത്? അവിടെ നിന്നാണ് ഞങ്ങളുടെ ആലോചന തുടങ്ങിയത്. ഈ കരണം ഞാനും കുട്ടിക്കാലം മുതലേ അറിയുന്നവരാണ്.
ഞങ്ങൾ ഏതാണ്ട് ഒരു 15 വർഷമായിട്ടുള്ള സുഹൃത്ത് ബന്ധമാണ്. കോളേജിലൊക്കെ ഒരുമിച്ച് തന്നെയാണ് പഠിച്ചത്. പിന്നെ എന്റെ പ്രീവിയസ് ബിസിനസിന് ശേഷം ഞങ്ങൾ പല കാറ്റഗറീസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം ക്ലീനിങ് ആസ് എ കാറ്റഗറി അതിലൊരു നല്ല സ്കോപ്പ് ഉണ്ട്. കാരണം അതിൽ 90% വെള്ളമാണ് ഉപയോഗിക്കുന്നത്, പോയിന്റ് എ ടു പോയിന്റ് ബി, വിച്ച് ഇസ് നോട്ട് മേക്കിംഗ് സെൻസ്. നമ്മൾ അതിൽ നിന്ന് ഈ വെള്ളം ഒഴിവാക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ സൈസ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോജിസ്റ്റിക്സും കുറയും, ഹാൻഡ്ലിംഗ്സും കുറയും, അപ്പോൾ ഓപ്പറേഷൻസും കുറയും. പിന്നെ ഇപ്പോൾ സസ്റ്റൈനബിലിറ്റിയെ പറ്റി നോക്കിയാൽ ഇതിൽ 95% പ്ലാസ്റ്റിക് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. എക്സിസ്റ്റിംഗ് വാട്ടർ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വീട്ടിലും ഇത് സ്റ്റോർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് വി യൂസിംഗ് ഇൻഗ്രീഡിയൻസ് ആർ നോട്ട് ടോക്സിക്, വിച്ച് ആർ സേഫർ ഫോർ യുവർ പെറ്റ്സ് ആൻഡ് യുവർ കിഡ്സ് ആൻഡ് യുവർ സെൽഫ്. അപ്പോൾ ഞാൻ എൻ്റെ സീറ്റിലേക്ക് പോയി ഫ്ലോർ നിങ്ങൾക്കായി ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഓഡിയൻസ് യെസ് ഓർ നോ ബട്ടൺ അമർത്തു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പ്രോഡക്റ്റിന് എത്രത്തോളം മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട്? %76 ആളുകൾക്ക് ഈ പ്രോഡക്റ്റ് വളരെ അത്യാവശ്യമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. സോ ടൈറ്റൻസ്, വി വിൽ ഓപ്പൺ ഇറ്റ് ഫോർ യു. ഈ കാറ്റഗറിയിലെ കൺസ്യൂമേഴ്സ് പൊതുവെ പ്രൈസ് സെൻസിറ്റീവ് ആണ്. അതുപോലെ ഈ കോമ്പറ്റീഷനിൽ വരുന്ന മറ്റ് സ്റ്റാർട്ടപ്പ് കമ്പനികളെ പറ്റി പറയുകയാണെങ്കിൽ അവരും വളരെ വലുതാണ്. അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സാക്ട്ലി നിങ്ങളുടെ പ്രൈസ് ഡിഫറൻസ് എത്രത്തോളം ഉണ്ടാവും? പിന്നെ ആ പ്രൈസ് ഡിഫറൻസ് പേ ചെയ്യാൻ കസ്റ്റമേഴ്സ് തയ്യാറാവോ ഇല്ലയോ, അതും കൂടി ഒന്ന് പറഞ്ഞു തരാമോ? സാർ, ഞങ്ങൾ ക്ലീവ ഉണ്ടാക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണ്. സാറിന് വേണ്ടിയോ എനിക്ക് വേണ്ടിയോ അല്ല, എല്ലാവർക്കും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നിന്ന് വെള്ളം ഒഴിവാക്കിയപ്പോൾ, അതുപോലെ ബോട്ടിൽസ് ഒഴിവാക്കി, അപ്പോൾ നമ്മുടെ പ്രൈസ് വരുന്നത് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും 50% കുറവാണ്. ഇപ്പൊ പ്രിയങ്ക മേഡത്തിന്റെ കയ്യിലുള്ള ഫ്ലോർ ക്ലീനർ അതിന്റെ 5 ലിറ്റർ വരുന്നത് 299 to 349 എന്ന രീതിയിലാണ് നമ്മൾ ഓൺലൈൻ റീറ്റെയിലിൽ കൊടുക്കുന്നത്. എന്നാൽ മാർക്ക് ലീഡർ ആയിട്ടുള്ളവർ വിൽക്കുന്നത് 5 ലിറ്ററിന് 750 എന്ന രീതിയിലാണ്. So that is the price difference that we are talking about. ഇപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം കൺസ്യൂമേഴ്സ് ഉണ്ട് എന്ന് പറയാമോ? അതായത് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങുന്നവർ, അതിന്റെ റിപ്പീറ്റ് റേറ്റ് എങ്ങനെയാണ് നിങ്ങൾ കാറ്റഗറിയിൽ കാണുന്നത്? നമ്മളിപ്പോ കറന്റ് 2 ചാനൽസിലൂടെ തന്നെ വളരെ ഹെവി ആയിട്ട് സെയിൽസ് നടക്കുന്നുണ്ട്. ഒന്ന് ആമസോൺ ആൻഡ് അനദർ വൺ ഈസ് അവർ ഷോപ്പിഫൈ വെബ്സൈറ്റ്. ഇതിൽ രണ്ടിനും കൂടി 85% വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഫ്ലോർ ക്ലീനറിനെ സംബന്ധിച്ച് വി ആർ സെയിങ് 37 to 40% റിപ്പീറ്റ് റേറ്റ് മന്ത് ഓൺ മന്ത് ഹാപ്പൻ ഓവർ 6 month പീരീഡ്. മാർക്കറ്റിൽ ലീഡറുടെ ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് എ 45%. 6 month ബാക്ക് വി വേർ 15%. അപ്പോൾ ഒരു കൺസിസ്റ്റന്റ് ഗ്രോത്ത് വരുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ടോട്ടലി എത്ര ചാനൽസ് ഉണ്ട്, അതിനെ പറ്റി ഒന്ന് പറയാമോ? ആമസോൺ ഈസ് അബൌട്ട് 55%. ഓക്കെ. Shopify is about 25%. And the rest 20% coming from Flipkart, then Cred, and then we just launched on a pay commerce bottle like Zepto and Big Basket, and we are getting live on Instamart in Kabin Bay. ബ്രാൻഡിന്റെ എക്കണോമിക്സിനെ കുറിച്ച് കുറച്ചൊന്ന് പറയാമോ? ഇപ്പൊ ഒരു ഓർഡറിന്റെ വാല്യൂ 100 rupees ആണെന്ന് വിചാരിക്കൂ, GST കഴിഞ്ഞിട്ട്. So 28 rupees is the tax. ഓക്കെ. 24 to 25 rupees is the cost of fulfillment. ഇതിലൊരു 55 rupees ഞങ്ങളുടെ മാർക്കറ്റിലേക്ക് പോകും. ലോസ് പെർ യൂണിറ്റ് about 5% ഒക്കെ ആയിരിക്കും. ഇപ്പൊ നിങ്ങളുടെ എബിറ്റ എത്രയാണ്? എത്ര % ആണ് നിങ്ങളുടെ എബിറ്റ? about -22% EBITDA. മാസം ഇപ്പൊ എത്ര സ്കെയിലാ വരുന്നത്? This month we are closing about 70 to 75 lakhs net revenue. ഏപ്രിലിൽ ഞങ്ങൾ ചെയ്തത് about to 35 lakhs ആയിരുന്നു. മെയിൽ ചെയ്തത് about to 45 lakhs. ജൂണിൽ ചെയ്തത് about to 53 lakhs. ജൂലൈയിൽ ക്ലോസ് ചെയ്തത് 61 lakhsനാണ്. ആൻഡ് ഓഗസ്റ്റിൽ ഞങ്ങളൊരു 70 to 75 lakhs ട്രാക്ക് ചെയ്തു. അപ്പോ നിങ്ങളുടെ ഈ IP പറ്റി ഒന്ന് പറയൂ. ടു ബി ഹോണസ്റ്റ്, റെഫറൻസിൽ ഞങ്ങൾക്ക് IP ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അറ്റ് ദ മൊമെന്റ് ഞങ്ങളൊരു IP ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഫോർമുലേഷൻ അങ്ങ് ഓപ്പൺ ആയി പോയി കളയും. നിങ്ങളുടെ മാനുഫാക്ചറിംഗ് എങ്ങനെയാണ്? നിങ്ങൾ സ്വയം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഞങ്ങൾ ഉണ്ടോ? തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോഴുള്ള നിങ്ങളുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ടല്ലോ, അതിന് എത്ര സ്കെയിൽ വരെയുള്ള കപ്പാസിറ്റി ഉണ്ട്? ഇപ്പോൾ ഞങ്ങളൊരു 2 ഷിഫ്റ്റിലായിട്ടാണ് പോകുന്നത് ഓക്കെ. ഓൾറെഡി. ആൻഡ് വി ക്യാൻ ഐ തിങ്ക് 75 lakhs മുതൽ ഞങ്ങൾക്കൊരു 1 year വരെ ചെയ്യാൻ സാധിക്കും. ആൻഡ് വിത്തൗട്ട് ലോട്ട് ഓഫ് ഫൈറ്റ്സ്. അതിനുശേഷം വേണമെങ്കിൽ ഞങ്ങൾക്കൊരു തേർഡ് പാർട്ടി വെയർ ഹൗസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. വിത്ത് ന്യൂ പ്രോഡക്ട്സ് വി വിൽ ഡു ദാറ്റ്. ഈ യൂണിറ്റ് നിങ്ങൾക്കൊരു വലിയ യൂണിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ മീൻസ് എത്ര കാപ്പിക്സ് ഉണ്ട്? ഒരു 5 കോടി 6 കോടി ക്യാപിറ്റലിലേക്ക് എത്തണമെങ്കിൽ എത്ര ക്യാപിക്സ് ഉണ്ട്? ഇതുവരെ ഞങ്ങളിപ്പോ ഞങ്ങളുടെ ഫാക്ടറിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് 20 ലക്ഷമാണ്. ഓക്കെ. And they can take to say 1.2 CR. The moment we make it 50 lakhs, probably we take us to കുറച്ചുകൂടെ ഒരു ഓട്ടോമേഷൻ വേണമല്ലോ. സോ അനദർ 4 CR. We are very proud to say that നമ്മുടെ ടീം ഉണ്ടല്ലോ, ഞങ്ങളുടെ ടീമിൽ മൊത്തം ഒരു 50 പേരാണ്. 95% ഞങ്ങളുടെ ഫാക്ടറിയിലുള്ളത് സ്ത്രീകളാണ്. അതും ചില റൂറൽ ഏരിയാസിൽ നിന്നും വരുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൂടി ടൈറ്റൻസിനോട് പറഞ്ഞോളൂ. സോ ടൈറ്റൻസ്, ഞങ്ങളുടെ ടാസ്ക് വളരെ സിമ്പിൾ ആണ്. 75 lakhs for 1.5% equity in the company. കിട്ടിക്കഴിഞ്ഞു. എന്തായാലും കൊള്ളാം, അദ്ദേഹം തന്നെ തീരുമാനിച്ചു. അർജുന്റെ എല്ലാവരുടെയും വായടുപ്പിച്ച് കഴിഞ്ഞു. എല്ലാവരും ബ്ലോക്ക് ചെയ്തു. അർജുൻ ബ്ലോക്ക് ബസ് അമർത്തിരിക്കുകയാണ്. അപ്പോൾ അർജുൻ, നിങ്ങളുടെ ഓഫർ എന്താണെന്ന് പറഞ്ഞോളൂ. ഞാൻ എക്സാക്ട്ലി
3-നും 4-നും ഇടയിൽ 3.5 എന്ന് വെച്ചാൽ ഏകദേശം നിങ്ങളുടെ ഒരു പോസ്റ്റ് മണി. ലാസ്റ്റ് റൗണ്ടിലെ വാല്യുവേഷൻ 32 CR ആയിരുന്നു. ആ വാല്യുവേഷൻ അനുസരിച്ച് ഞാൻ ഒരു 25 ലക്ഷം ഇടാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ 25 ലക്ഷം നിങ്ങളെ സംബന്ധിച്ച് അത്ര അൺയൂഷ്വൽ ആയിരിക്കില്ല. കാരണം ഞങ്ങൾ നിങ്ങളുടെ ബിസിനസിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നാണ് സംസാരിക്കുന്നത്. പിന്നെ എനിക്കറിയാവുന്നതാണ് ഈ ബ്രാൻഡിങ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഒരു ബ്രാൻഡിനെ ലവബിൾ ബ്രാൻഡ് ആക്കുന്നത് എങ്ങനെയാണ്, അതിനെന്റെ എക്സ്പെർട്ടീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വാല്യുവേഷൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഈ ഓഫറിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞോളൂ. ഞങ്ങൾ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റെസിലിയൻസ് ഗ്രിഡ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഒരു ഫ്രോഗാലിറ്റി, ടു ബി വെരി ഹോണസ്റ്റ്, ഈ കാറ്റഗറിയിൽ ഈ യൂണിറ്റ് എക്കണോമിക്സ് ആരുടെ കയ്യിലും ആരുടെ കയ്യിലും കാണില്ല. ആൻഡ് there is a clear mode to that. It is not that ഞങ്ങൾ വലിയ ബിസിനസ്സുകാരാണെന്നൊന്നും പറയുന്നില്ല. The whole sustainability story around it, it's very very powerful, which people are already talking about. ഇത് ഞങ്ങൾ ക്ലോസ് ചെയ്ത സമയത്ത് മീൻസ് ജസ്റ്റ് ഞങ്ങളൊന്ന് പറഞ്ഞതാണ്, അവിടെ ഞങ്ങളോട് ആരും ഒന്നും ചോദിക്കാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അവര് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. They are ready at the phone call. നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം ക്ലോസ് ചെയ്യും, പിന്നെ സംസാരിക്കാന്നാ പറയുന്നത്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ വെരി വെരി സ്ട്രോങ് ഇൻ ജസ്റ്റിസ് ടു ദം. എന്ന് വെച്ചാൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവരാണ് അവര്, അങ്ങനെ ഹെൽപ്പ് ചെയ്തവരാ. ടുഡേ വേർ വി ആർ വി തിങ്ക് they deserve some sort of appreciation in the value and risk that they took in at that time. എന്ന കൗണ്ടർ പറഞ്ഞോളൂ. How do I say? നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി പറഞ്ഞോളൂ. 50 crore is the 50 valuation. കോടിയുടെ വാല്യുവേഷൻ ആണ് We feel is പറയുന്നത്. fair, but again, I mean, ശരി, എന്നാ പിന്നെ അടുത്ത ആളെ നോക്കാം. നമ്മൾ ഈ ഓഫർ റിജക്ട് ചെയ്യുകയാണ്. യെസ്. ഓക്കെ. അതായത് ഋഷഭാണ് ജമ്പ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെ ജമ്പ് ചെയ്ത് വന്നു. താങ്കൾ പറയൂ. അപ്പോ മയങ്കൻ കരൺ, എന്റെ ടീം നിങ്ങളെ ആദ്യമായി കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. April 24, 2024 നിങ്ങൾ ഞങ്ങൾക്ക് order തന്നിരുന്നു. ഓർഡർ ഞങ്ങളുടെ വെബ്സൈറ്റിൽ വന്നിരുന്നു. ശരിയാ. ഞങ്ങൾ ബാക്കി പണിയൊക്കെ വിട്ട് സ്വയം പാക്ക് ചെയ്തു. Thank you, thank you. അല്ല, വീട് വൃത്തിയായല്ലോ അല്ലേ? എല്ലാം ക്ലീൻ ആയി, നന്നായി. വീട്ടിൽ നിന്ന് നല്ല ഫീഡ്ബാക്ക് ആണ് വന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. അതായത് we need to give you know multiple of 5 and രണ്ടാമത്തെ കാര്യം, എനിക്ക് കൂടുതൽ സ്റ്റേക്ക് വേണം. അപ്പോൾ നിങ്ങൾ 75 lakhs പറയുന്നുണ്ട്, എനിക്കതിന്റെ 3 ഇരട്ടി കൂടുതൽ വേണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇഫ് ഐ ക്യാൻ ഡു $500,000 4.5 crores ഇതിനു വേണ്ടി. കാരണം അപ്പോ എന്റെ അതെ സ്പിൻ വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് വളരെ നല്ല ഓഫറാ കേട്ടോ. അടിപൊളി ഓഫറാ കേട്ടോ. 5.2 മൾട്ടിപ്പിൾ 4.5 crores. 50 crores വാല്യൂഷനിൽ തന്നെ അപ്രോക്സിമേറ്റ്ലി വരുന്നുണ്ട്. യെസ് 4 ആണോ 4.5 ആണോ? യെസ്. 10% എടുത്തൂടെ? അതെ 10% കണക്കായിക്കോളൂ. 4.5 കോടി രൂപ 10% എടുക്കുന്നത് അല്ലേ? ഋഷഭ്, ഏതായാലും നിങ്ങൾക്ക് ഇത്രയും നല്ല ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അത് വളരെ നന്നായിരിക്കുന്നു. അതിൽ കൂടുതൽ ഡൈല്യൂട്ട് ചെയ്യേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ നിങ്ങൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനും അതിൽ അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഐ ക്യാൻ പുട്ട് ഇൻ 25 lakhs at the same valuation that Rishabh is giving. Okay. I feel that there is something credible here that two titans they have experienced this or doing this. അതുകൊണ്ട് ഞാനും നിങ്ങൾക്ക് കൈതരാൻ ആഗ്രഹിക്കുന്നു with 25 lakhs. As the same valuation they wish them. ഓക്കെ. വലിയ പ്ലേയേഴ്സിന്റെ എൻട്രിയെ നിങ്ങൾക്ക് തടയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇതിൽ IP ഒന്നുമില്ല. ആ ഒരു കാരണം കൊണ്ട് എനിക്കിന്ന് നിങ്ങൾക്ക് കൈതരാൻ സാധിക്കില്ല. താങ്ക് യു സോ മച്ച്. അപ്പൊ പിന്നെ മയാങ്ക്, ഋഷഭ് പറയുന്നത് 4.5 കോടിയാണ് 45 കോടിയുടെ വാല്യൂഷനിൽ. അതേ വാല്യൂഷനിൽ തന്നെ 25 ലക്ഷം പ്രിയങ്കയും 25 ലക്ഷം പവനും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോ പെർസെന്റേജ് വൈസ് എത്ര ഡൈലൂഷനാ വരുന്നത്? Around 10.5%. 10.5%. നിങ്ങൾക്ക് വേണമെങ്കിൽ ഋഷഭുമായിട്ട് മാത്രം കൈ കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ 3 പേരുമായിട്ടും കൈ കൊടുക്കാവുന്നതാണ്. 2 പേർക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിലും ആവാം. അല്ല, നമുക്ക് 5 crore 10% ചെയ്യാൻ സാധിക്കും. Yeah. Done. Done? Done. 50 കോടി കുറച്ച് കൂടുതലാണ്. ഓ വണ്ടർഫുൾ. Well done. സോ 50 കോടിയുടെ വാല്യൂഷനിൽ 5 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ്. Congrats. ടൈറ്റാൻസ്, നിങ്ങളോടും നമ്മുടെ സ്റ്റുഡിയോ ഓഡിയൻസിനോടും വീട്ടിലിരുന്ന് കാണുന്ന ഓഡിയൻസിനോടും എല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ്, ഇതുവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഡീലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. Wow. നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടോ? അതെ. ആരൊക്കെയാ കൂടെ വന്നിട്ടുള്ളത്? എന്റെ അമ്മയും അച്ഛനും പിന്നെ വൈഫ്. പിന്നെ എന്റെ വൈഫും ഉണ്ട്. എന്നാൽ നമുക്ക് അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ? പ്ലീസ്. പ്ലീസ്.
കൺഗ്രാറ്റുലേഷൻസ്. ഇവർ ഇന്ന് വരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഷി വാസ് വാച്ചിങ് സം TV സീരിയൽ. എന്തോ ഡാൻസിന്റെ ഷോ മറ്റോ കാണുമായിരുന്നു. 3 ആഴ്ച മുമ്പത്തെ കാര്യമാണ്. ഞങ്ങൾ വീട്ടിലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കരുതി ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ട്രെയിലറിൽ കാണുവാണെങ്കിൽ പറയാം. ഇപ്പൊ വന്നില്ല എന്നുണ്ടെങ്കിൽ ആരോടും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിൽ ഫാമിലിക്കും വരാൻ പറ്റുമല്ലേ. എന്നാലും അപ്പോഴും ഞങ്ങളും പറഞ്ഞില്ല. പക്ഷേ ഞാൻ ഡെയിലി അവളോട് ചോദിക്കും, നിങ്ങൾക്ക് ഓഡിയൻസിന്റെ കൂടെ പോയി ഇരിക്കണമെന്നുണ്ട്. അവിടെ ഇരുത്താൻ പറ്റിയ ആൾക്കാരെ എനിക്കറിയാം. സോ ഷീ ഗോട്ട് ഓൾ എക്സൈറ്റഡ്. നാളെ പോയാലോ അതോ മറ്റന്നാ മതിയോ? ആൻഡ് ഐ തിങ്ക് ഫ്രം there to here in 3 weeks. And I think for me it's a very big moment. I'm able to get them here. Wow, that's amazing. വീട്ടിലെ ക്ലീനിങ് ഒക്കെ ഇവരും ചെയ്യാറുണ്ടാവും അല്ലേ? അതെ, ചെയ്യാറുണ്ട്. ചെയ്യും, എല്ലാവരും ചെയ്യാറുണ്ട്. വൈഫിനോട് ചോദിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് അതെ, തോന്നുന്നു. അതെ, അമ്മയോട് തീർച്ചയായും. ചോദിച്ചിട്ട് അവരുടെ കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. ഐ വർക്ക് ഫ്രം മൺഡേ ടു സാറ്റർഡേ. അപ്പൊ ഞായറാഴ്ച എന്തെങ്കിലും പുതിയ പ്രോഡക്റ്റ് വന്ന് അവൻ പറയും, അക്ഷി ഇതൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ പറയും, മയങ്ക് ഒരു ദിവസമേ ഉള്ളൂ. ഇല്ലല്ല ട്രൈ ചെയ്യാന്ന് അവൻ പറയും. ഇവരുടെ ഡെഡിക്കേഷൻ കണ്ടിട്ട് ഞാൻ ചിലപ്പോൾ പറയും ശരി ട്രൈ ചെയ്യാം. സോ ഐ തിങ്ക് ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ന്യൂ പ്രോഡക്റ്റ് ഐ തിങ്ക് ഒരു 10 ദിവസം മുന്നേ അല്ലേ? അതെ. സോ വി വർ ജസ്റ്റ് ട്രൈയിങ്. അപ്പൊ നിങ്ങളും ടീമിലുള്ളതാണല്ലേ? ഇൻഡയറക്ട്ലി. എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ റീജിയണിൽ ഏറ്റവും വൃത്തിയുള്ള വീട് നിങ്ങളുടെ ആയിരിക്കും അല്ലേ? കാരണം എല്ലാ പ്രൊഡക്റ്റും പരീക്ഷിച്ച് വീട് നല്ല വൃത്തിയായി കാണുമല്ലോ. മൊത്തം നല്ല ക്ലീൻ ആയി കാണും. താങ്ക് യു മയങ്ക് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കൂ ഐഡിയ ബാസ്, ഇന്ത്യയുടെ സ്വന്തം സ്റ്റാർട്ടപ്പ് വേദി.